എൻ്റെ പേര് സോണിയ. ഞാൻ തിരുവനന്തപുരം അതിരൂപതയിലെ പുത്തൻതോപ്പ് സെൻറ്റ് ഇഗ്നേഷ്യസ് ലയോള ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ 15 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. ഓൺലൈൻ ഉടമ്പടി 2023 ഒക്ടോബറിൽ എടുത്തതിന് ശേഷം ഞങ്ങളുടെ വിസ തടസ്സം മാറിയ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഈ അൾത്താരയിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് 15 വർഷം കഴിഞ്ഞു. പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വിസ 2 പ്രാവശ്യം റിജക്ഷനും 1 പ്രാവശ്യം ക്യാൻസലേഷനും വന്ന് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ പല പ്രാർത്ഥനകളിൽ ഞങ്ങൾ കൂടുമെങ്കിലും പല ധ്യാനങ്ങൾ കൂടിയെങ്കിലും ഒന്നിലും ഞങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നുണ്ടായിരുന്നില്ല. ഏഷ്യ 45:2 പറയുന്നത് പോലെ, ഞാൻ നിനക്ക് മുമ്പേ പോയി പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന നിന്റെ കർത്താവായ ദൈവം ഞാനാണ്, നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ജോഷുവ 1:3 മോശയോട് വാഗ്ദാനം ചെയ്തതുപോലെ നീ ആയിരിക്കുന്ന ദേശം നിനക്ക് അവകാശമായി തരും. ഈ 2 വചനങ്ങൾ ഞങ്ങൾ സ്ഥിരമായി ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വിസ 15 വർഷം ഞങ്ങൾ അവിടെ നിന്നെങ്കിലും ഞങ്ങൾക്ക് PR കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമായൊരു കാര്യമായിരുന്നു. ലാസ്റ്റ് 10 ഇയേഴ്സായിട്ട് ഞങ്ങൾക്ക് നാട്ടിലും വരാൻ ഞങ്ങൾക്ക് ട്രാവൽ റൈറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെയാണ് ഞങ്ങൾ 10 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നത്. 2023 ഒക്ടോബറിലാണ് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് ഉടമ്പടി എടുക്കാൻ പലരും പറഞ്ഞെങ്കിലും എനിക്ക് മടിയായിരുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ ഒന്നാമത്തെ മടി എനിക്ക് രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള മടിയും, പിന്നെ ഈ നിബന്ധനകളൊക്കെ എന്നെക്കൊണ്ട് പാലിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമൊക്കെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കൽ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവസാനം എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ആദ്യമൊന്നും എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതുപോലെ തന്നെ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളും വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങി. അപ്പോൾ 2023 അവസാനമായപ്പോഴേക്കും ഞങ്ങളുടെ വിസ അവസാനത്തെ അപ്പീൽ ട്രിബ്യൂണലിൻ്റെ ഹിയറിങ് വന്നു. അപ്പോൾ ഞങ്ങളുടെ ലോയറും കൂടിയായിട്ട് ഹിയറിങ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഹിയറിങ്ങിനുണ്ടായിരുന്ന ലേഡി പറഞ്ഞത്, ഞങ്ങൾ ടെമ്പററി വിസയിൽ നിന്നതുകൊണ്ട് ഞങ്ങളുടെ വിസ കാലാവധി തീരുമ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോവുക, അല്ലെങ്കിൽ ഞങ്ങളുടെ കേസ് അതുപോലെ ഒരു എക്സെപ്ഷണൽ കേസായിരിക്കണം. അവിടുത്തെ നിയമം അനുസരിച്ച് നമ്മളൊരു ടെമ്പററി വിസയിൽ നിൽക്കുമ്പോൾ നമ്മുടെ വിസ കാലാവധി കഴിഞ്ഞ് നമുക്ക് സ്പോൺസറെ കണ്ടെത്താൻ പറ്റിയില്ല, നമ്മുടെ ഏജ് ഓവറായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിൽ വരിക എന്നുള്ളതാണ്. 45 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് മറ്റ് വിസ കാറ്റഗറികളിലൊന്നും വിസയ്ക്ക് അപേക്ഷിക്കാൻ അവിടുത്തെ നിയമം അനുസരിച്ച് അനുവാദമില്ല. അപ്പോൾ അന്നേരം 45 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ടെമ്പററി വിസയിൽ അവിടെ നിൽക്കുന്നത്. അപ്പോൾ കുട്ടികൾ അവിടെ പഠിക്കുന്നു, ഞങ്ങൾക്ക് നാട്ടിൽ വന്നാൽ വേറൊരു ജോലി കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഞങ്ങൾ ഇത്രയും വർഷങ്ങളായി അവിടെ നിൽക്കുന്നത് കൊണ്ട് അവിടെ തന്നെ ഞങ്ങൾക്ക് തുടരാനായിരുന്നു ആഗ്രഹം. അപ്പോൾ 2023 അവസാനമായപ്പോഴേക്കും അപ്പീൽ ഹിയറിങ് നടക്കുമ്പോൾ ഞാൻ അവരോട് എൻ്റെ ഹിയറിങ് നടത്തുന്ന ട്രിബ്യൂണൽ മെമ്പറിനോട് ഞാനൊരു റിക്വസ്റ്റ് വെച്ചു. അന്ന് രാവിലെ മുതൽ ഹിയറിങ്ങിൻ്റെ അന്ന് രാവിലെ മുതൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പല പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹിയറിങ്ങിന് അവരെന്നോട് പറഞ്ഞത്, നിങ്ങളുടെ വിസ, നിങ്ങൾ ഒരു സ്പോൺസർഷിപ്പ് വിസയിലാണ് നിന്നത്, അത് നിങ്ങളുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കാരണങ്ങളും കൊണ്ട് നിങ്ങളുടെ വിസ റിജക്ഷനായി പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ നിയമപരമായി തുടരാൻ അവകാശമില്ല, വിസ റിജക്ഷൻ വന്നാൽ തിരിച്ച് നാട്ടിൽ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നോട് മാതാവ് ഇങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നി, ഇവരോട് ഇങ്ങനെ ചോദിക്കുമെന്ന് പറയുന്നതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നു, ഞങ്ങൾ ജോലി ചെയ്ത് ഇവിടെ ടാക്സ് അടയ്ക്കുന്നു, എൻ്റെ മക്കളിവിടെ പഠിക്കുന്നു, ഞങ്ങൾ വളരെ ഒരു റിമോട്ടായിട്ടുള്ള റീജിയണൽ ടൗണിലാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ കൂടെ അവിടെ വന്നവരും എനിക്ക് ശേഷം വന്നവരും എല്ലാം കുടുംബസമേതം അവിടെ സെറ്റിലായി നിൽക്കുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ മാതാവിലിങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ വന്ന ഒരു ദിവസം സാക്ഷ്യം പറയാൻ അങ്ങ് അമ്മ ഇടയാക്കണമേന്ന്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, ആ ലേഡിയോട് ചോദിച്ചു, നിങ്ങൾ
ഈ വിസ ഇവിടെ റിജക്ഷൻ വീണ്ടും വരികയാണെങ്കിൽ എനിക്ക് നാട്ടിൽ തിരിച്ചു പോകാതിരിക്കാൻ എൻ്റെ അവസാനത്തെ ഓപ്ഷനാണ് ഇമിഗ്രേഷൻ മിനിസ്റ്റീരിയൽ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കി തരണം. അതിനുവേണ്ടി ഒരു റെഫറൽ ലെറ്റർ തന്നാൽ എനിക്ക് ഡയറക്റ്റ് മിനിസ്റ്ററുടെ അടുത്ത് പോയിട്ട് ഒരു അപ്പീൽ കൊടുക്കാൻ സാധിക്കും, എന്നെ അവിടെ സ്ഥിരമായി അവിടെ നിർത്തുന്നതിനായിട്ട്. അപ്പോൾ അവർ അന്നേരം ഒന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവരെനിക്ക് എൻ്റെ വിസ റിജക്ഷൻ ലെറ്ററിനോടൊപ്പം എൻ്റെ കേസ് അവർ മിനിസ്റ്ററിനെ റെഫറൽ ചെയ്യുന്നതായിട്ട് അവർ എനിക്ക് ഇമെയിൽ അയച്ചു തന്നു. അത് കഴിഞ്ഞു. അപ്പോൾ ഈ റെഫറൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ തന്നെ ഒരു ഓസ്ട്രേലിയൻ ലോയറിനെ വെച്ച് മിനിസ്റ്റീരിയൽ ഇൻ്റർവെൻഷന് വേണ്ടിയിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തു. അത് 2024 മാർച്ചിലാണ് ഞങ്ങൾ മിനിസ്റ്റീരിയൽ ഇൻ്റർവെൻഷന് വേണ്ടി കൊടുക്കുന്നത്. ആ സമയത്ത് ഞങ്ങളോട് പല ലോയർമാരും പറഞ്ഞു, ഓസ്ട്രേലിയൻ വിസ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലക്സ് വിസ സിസ്റ്റം ഉള്ളൊരു രാജ്യമാണ്. അവർ വിസ കൊടുക്കുന്നത് വളരെയധികം സ്ക്രൂട്ടനൈസ് ചെയ്തും അവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 45 വയസ്സ് ആ സമയത്ത് കഴിഞ്ഞതുകൊണ്ട് 50 വയസ്സിന് മുകളിൽ എനിക്ക് 2024 എൻ്റെ പ്രായമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇനി ഒരു PR വിസ അനുവദിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ നിയമം അനുസരിച്ച് ഒരിക്കലും പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് കൊണ്ട് മാതാവ് എൻ്റെ കൂടെ എൻ്റെ കൈ പിടിച്ച് വന്ന് എനിക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുമെന്ന് എനിക്കൊരു ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം വളരെയധികം കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയുണ്ടായി. പല തടസ്സങ്ങളും വന്നെങ്കിലും അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പല തടസ്സങ്ങൾ മാറാനായിട്ട് ഞാൻ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു. ഇവർ ഒരു മിനിസ്റ്റീരിയൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും അതിന് അവരുടെ ഒരു നിയമം അനുസരിച്ച് അത്രയും ഒരു എക്സെപ്ഷണലായിട്ടുള്ള കേസുകളിലാണ് അവർ വിസ അനുവദിക്കുന്നത്. വളരെ നമുക്ക് എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വന്നാൽ നമുക്ക് എന്തെങ്കിലും ത്രെട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസി വിസ അവിടെ അനുവദിച്ച് തരുന്നത്. അപ്പോൾ എൻ്റെ റെഫറൽ ലെറ്ററിൽ ട്രിബ്യൂണൽ മെമ്പർ പറഞ്ഞിരുന്നത് ഇവരുടെ കേസ് ഒരു എക്സെപ്ഷണൽ കേസല്ല, പക്ഷേ ഇവർ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവരുടെ കേസ് ഒരു യുണീക്ക് കേസാണ്, അത് കാരണം ഇവരുടെ വിസ പരിഗണിക്കണമെന്നാണ്. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ലോക്കൽ ഫെഡറൽ മിനിസ്റ്ററിനെ MP-യെ ഞാൻ കണക്ട് ചെയ്യാൻ നോക്കി എൻ്റെ വിസ കാര്യങ്ങൾക്ക്. അപ്പോൾ അവർ വളരെ അധികം തടസ്സം പറയുകയുണ്ടായി ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ. അവസാനം ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഒരു ദിവസത്തെ അപ്പോയിൻമെൻറ്റ് തന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് അവരുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടത് ഒരു ലേഡി, ഒരു 40 വയസ്സിനോടടുത്തുള്ള ഒരു ലേഡി ആണ് അവിടുത്തെ ഞങ്ങളുടെ ആ ഭാഗത്തുള്ള മിനിസ്റ്റർ, ഞങ്ങളുടെ ലോക്കൽ MP. അവർ ഞങ്ങളെ വളരെ കാര്യമായി സ്വീകരിച്ചിരുത്തി ഞങ്ങൾക്ക് വേണ്ടി മിനിസ്റ്ററോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വളരെ സന്തോഷമായിട്ട് യാത്രയാക്കി. മാതാവ് എനിക്ക് മുമ്പേ പോയി അവിടെ ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് അവർ സാധാരണ മിനിസ്റ്റീരിയൽ ഇൻ്റർവെൻഷൻ ആപ്ലിക്കേഷൻസ് അവർ പരിഗണിക്കുമ്പോൾ ഓരോ 3 മാസത്തിലും ഞങ്ങൾ അവിടെ നിൽക്കാനുള്ള വിസ പുതുക്കി വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഈ വിസ ഞങ്ങൾക്ക് ആ സമയത്ത് തരുന്ന വിസയിൽ ഞങ്ങൾക്ക് വർക്ക് റൈറ്റോ സ്റ്റഡി റൈറ്റോ ഒന്നും ഉള്ള വിസയല്ല. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് സാധാരണ നമ്മൾ ഈ വിസ ഇഷ്യൂ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് റൈറ്റിനും സ്റ്റഡി റൈറ്റിനും വേണ്ടി പിന്നീടാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ഞങ്ങളുടെ കേസിൽ അവർ വിസ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ സ്റ്റഡി റൈറ്റും വർക്ക് റൈറ്റും അവർ അപ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പ്രത്യേകമായി മാതാവിൻ്റെ ഇടപെടൽ മൂലമാണെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഓരോ 3 മാസവും ഞങ്ങൾ വിസ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ വിസ വരാൻ ലേറ്റ് ആവുകയും ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ റോസ്റ്ററിൽ നിന്ന് മാറ്റി നിർത്തുകയുണ്ടായി. അപ്പം ഞങ്ങൾക്ക് ജോലി ചെയ്യാതെ അവിടെ ഒരിക്കലും ഓസ്ട്രേലിയ പോലത്തെ ഒരു രാജ്യത്ത് നമുക്ക് സ്റ്റേ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. ഞങ്ങളുടെ വാടക കൊടുക്കണം, ഞങ്ങളുടെ ലിവിങ് എക്സ്പെൻസസ്, കുട്ടികളുടെ ഫീസ് എല്ലാം ഞങ്ങളുടെ പെൻഡിങ്ങിൽ വരും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തെങ്കിലും 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വിസ വരുന്നില്ല, അവസാനം ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് അടുത്ത ശമ്പളം വന്നില്ല എങ്കിൽ ഞങ്ങളുടെ വാടകയും കാര്യങ്ങളും എല്ലാം മുടങ്ങും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞാനിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ തുടങ്ങി
എന്തുകൊണ്ടാണ് ഈ വിസ വരാത്തത്, ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം എന്താണെന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കണ്ടു. അതിനകത്ത് ഞങ്ങളുടെ വിസയിൽ ഞങ്ങൾക്ക് അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെഡിക്കെയർ എലിജിബിലിറ്റി ഉണ്ടെന്നുള്ളത് കണ്ടു. അപ്പോൾ ഞാൻ അന്നേരം വിചാരിക്കുന്നത്, മാതാവ് അല്ലെങ്കിൽ ഈശോ നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു ദുഃഖം അല്ലെങ്കിൽ ഒരു തടസ്സം തരുമ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു നന്മയാക്കി മാറ്റുന്നത്. അപ്പം എനിക്ക് വിസ കിട്ടാതിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ജീവിതം തീർന്നു, എനിക്കിനി വാടക കൊടുക്കാൻ പറ്റില്ല, എനിക്ക് ജോലിയില്ല, എങ്ങനെ ഞാൻ ജീവിക്കും. പക്ഷേ ആ തടസ്സത്തിൽ നിന്നും എങ്ങനെയാണ് മാതാവ് അതിനെ ഒരു നന്മയാക്കി മാറ്റിക്കൊണ്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ മെഡിക്കെയറിന് ഞാൻ $400 ഓരോ മാസവും പേ ചെയ്ത് കൊണ്ടുവന്നിരുന്ന സ്ഥാനത്ത് എനിക്ക് ഫ്രീ ആയി അവർ മെഡിക്കെയർ തന്ന ഗവൺമെൻറ് മാതാവ് എന്നെ അനുഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞ് എനിക്ക് വളരെ കുറഞ്ഞ ശമ്പളമാണ് ആ ഫോർട്ട്നൈറ്റിൽ എനിക്ക് വരുന്നത്. എനിക്ക് വാടക കൊടുക്കാനുള്ള ശമ്പളം തികയുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ആഴ്ചയിൽ ഞങ്ങളുടെ കമ്പനിയിൽ എല്ലാവർക്കും $2000 വീതം ബോണസായിട്ട് അനുവദിച്ചിരിക്കുന്നു. ഇതെങ്ങനെയാണ് മാതാവിൻ്റെ ഇടപെടലില്ലാതെ ആ സമയത്ത് മാത്രമായി ഇങ്ങനെ വരുന്നത്? അപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ വിശ്വാസം വർദ്ധിച്ച് വന്നു. ഞാൻ സ്ഥിരമായിട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. പലരും ഓരോരോ തടസ്സങ്ങൾ മാറുന്നതും എങ്ങനെയാണ് മാതാവ് മനുഷ്യരെ കൈപിടിച്ച് നടത്തുന്നതുമെന്ന് ഞാൻ ഓരോ സാക്ഷ്യത്തിലൂടെയും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ വേറൊരു തടസ്സം ഞങ്ങൾക്ക് വന്നത്, ഞങ്ങളുടെ ഈ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും പല സമയങ്ങളിൽ ഞങ്ങളുടെ ലോയറോട് ഞങ്ങളുടെ പേപ്പർ വർക്കുകൾ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങളുടെ ലോയർ 3 പ്രാവശ്യം ഞങ്ങളുടെ പേപ്പർ വർക്ക് അവർ ചോദിച്ച ഇമെയിലുകൾ ഞങ്ങൾക്ക് അയച്ചു തരാതെ താമസിപ്പിച്ചു. ആ സമയത്തെല്ലാം മാതാവ് ഇടപെട്ടുകൊണ്ട് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും എൻ്റെ ലോക്കൽ MPയുടെ ഓഫീസിലേക്ക് അവർ മെയിൽ അയച്ച് ചോദിക്കുകയാണ്, അവളുടെ ലോയറിനോട് ഞങ്ങളിത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർക്ക് ഡയറക്റ്റ് എന്നോട് ആവശ്യപ്പെടാൻ പറ്റില്ല, കാരണം ഞാൻ എൻ്റെ ലോയറിന് ഓതറൈസേഷൻ കൊടുത്തിരിക്കുകയാണ് എൻ്റെ കറസ്പോണ്ടൻസ് ചെല്ലണമെന്ന്. അപ്പോൾ എനിക്ക് വേണ്ടി ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും ഒരു കാൻഡിഡേറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ആപ്ലിക്കൻറ്റിന് വേണ്ടി MPയുടെ ഓഫീസിലേക്ക് അയച്ചുകൊണ്ട് എന്നെ അറിയിക്കുകയാണ് എൻ്റെ ലോയറിനെ അയച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകാമായിരുന്ന പല ഇമെയിലുകളും അതുവഴി എൻ്റെ വിസയ്ക്ക് വീണ്ടും തടസ്സം വരുമായിരുന്നതൊക്കെ മാതാവ് ഇടപെട്ടുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് നയിച്ചതെന്ന് ഞങ്ങൾ അനുഭവിച്ചറിയുകയായിരുന്നു. അത് കഴിഞ്ഞു അവസാനത്തെ ഡോക്യുമെൻറ്റ്സ് അവർ ചോദിക്കാൻ തുടങ്ങി. അവസാനത്തെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മെഡിക്കലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകളുമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഓസ്ട്രേലിയയിൽ ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ PCC ആണ് ചോദിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ കേസിൽ അറിയില്ല, മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് വിസ തരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ 16 വയസ്സ് തികഞ്ഞത് മുതൽ ഉള്ള പോലീസ് ക്ലിയറൻസ് കൊടുക്കണം. ഏതൊക്കെ രാജ്യത്ത് 12 മാസത്തിന് മുകളിൽ നിന്നിട്ടുണ്ടോ അവിടുത്തെ എല്ലാം PCC ആവശ്യമായി വന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിലേക്കുള്ള പോലീസ് ക്ലിയറൻസിന് സിഡ്നി കോൺസുലേറ്റ് വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് സാധാരണഗതിയിൽ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് വരേണ്ട പോലീസ് ക്ലിയറൻസ് 2 മാസം 3 മാസമായിട്ടും വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും തന്നെ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലൈറ്റ് എ കാൻഡിൽ പ്രേയറായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ പോലീസ് ക്ലിയറൻസ് ഇന്ത്യയിൽ ഇത് വേഗം വരണം. മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു, ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഞങ്ങൾ 4.5 മണിക്കൂർ യാത്ര ചെയ്ത് സിഡ്നി കോൺസുലേറ്റിലേക്ക് ചെന്നു. ഇതെന്താണ്, ഇത് കിട്ടുന്നില്ല, ഇത്രയും താമസിക്കുന്നു, ഞങ്ങളുടെ വിസ ഡിലേ ആവുന്നു, ഞങ്ങൾ നാട്ടിൽ പോയിട്ട് 10 വർഷമാകാറായി, ഈ വിസയുടെ ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, എന്താ ചെയ്യുന്നത്? അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അവിടുത്തെ ഓഫീസിലുള്ളവരുടെ ഒരു മനോഭാവം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവരെനിക്ക് എൻ്റെ പോലീസ് ക്ലിയറൻസ് ഈ അടുത്തൊന്നും തരാൻ പോകുന്നില്ല. എൻ്റെ ശരീരം ആകെ തളർന്നിട്ട് ഞാൻ അവിടെ ഒരു കസേരയിൽ ചെന്നിരുന്നിട്ട് എൻ്റെ ജപമാല എടുത്ത് ചൊല്ലി തുടങ്ങുമ്പോൾ അവിടെ നിന്നൊരു മലയാളി ഒരു ഓഫീസർ ഇറങ്ങി വന്നു. ആ മനുഷ്യൻ എൻ്റെ പേപ്പർ വർക്ക് വാങ്ങിച്ചുകൊണ്ട് അകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്ന് അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറിൽ കാണിച്ചു തരികയാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ട്, നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക എന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ പോലീസ് ക്ലിയറൻസ് ഇന്ത്യയിൽ നിന്ന് വന്നു കിട്ടി. പിന്നെ വീണ്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ പോലീസ് ക്ലിയറൻസ് വരാൻ വീണ്ടും താമസിച്ചു. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒരു ലൈറ്റ് എ കാൻഡിൽ പ്രേയറിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 2 ദിവസത്തിനുള്ളിൽ വന്നു. അത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. എല്ലാ പേപ്പേഴ്സും ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. 3 ആഴ്ചയ്ക്കുള്ളിൽ ഫെബ്രുവരി 27-ാം തീയതി എൻ്റെ ലോയർ എന്നെ വിളിക്കുന്നു.
ഒരു 5 മണി കഴിഞ്ഞ സമയത്താണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ വിസ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ആ ലോയർ എന്നോട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് 4 പേർക്കും ഓസ്ട്രേലിയൻ സർക്കാർ പെർമനൻറ്റ് റെസിഡൻസി അപ്രൂവ് ചെയ്തിരിക്കുന്നു, സന്തോഷിക്കേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ ലോയറിന് താങ്ക് യു പറയുന്നതിന് മുമ്പ് താങ്ക് യു ഗോഡ് ഓൾമൈറ്റി എന്നാണ് പറഞ്ഞത്. ഈശോയും മാതാവും വഴിയല്ലാതെ ഒരിക്കലും നടക്കുവാൻ പാടില്ലാത്ത കാര്യം 45 വയസ്സ് കഴിഞ്ഞു, 50 വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഓസ്ട്രേലിയ പോലൊരു രാജ്യത്ത് ഞങ്ങൾക്ക് 4 പേർക്കും പെർമനൻറ്റ് റെസിഡൻസി അനുവദിച്ച് തരണമെങ്കിൽ മാതാവിൻ്റെ ഇടപെടൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം സംഭവിച്ചതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇതിന് പുറമെ പല പല അനുഗ്രഹങ്ങളും മാതാവ് ഞങ്ങൾക്കായി തന്നിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന നാട്ടിൽ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് വളരെ ഒരു വിഷമകരമായൊരു വഴി തടസ്സമുണ്ടായിരുന്നു. അത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ അത് പ്രത്യേകമായി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അവർ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ വളരെ വർഷങ്ങളായിട്ട് ഒരു ചെറിയൊരു വഴി ഉണ്ടായിരുന്നു, അതൊരു ചെറിയ കേസിൽപ്പെട്ട ആ വഴി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ വേറൊരു വഴിയില്ലാതെ ഞങ്ങളുടെ അടുത്തുള്ള പുരയിടക്കാരോട് ഞങ്ങൾ പൈസ കൊടുക്കാം നേരത്തെ ചോദിക്കുമ്പോഴൊന്നും അവർ തരുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവർ വഴി തരാൻ ഞങ്ങൾക്ക് അവർ താല്പര്യത്തോടുകൂടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു റോഡ് വഴി ഞങ്ങൾക്ക് മാതാവ് വഴി ഉടമ്പടി വഴി ഞങ്ങൾക്ക് നേടിക്കിട്ടി. പിന്നെ കുട്ടികളുടെ പഠന മേഖലകളിൽ ഞങ്ങൾക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ വിസ കാറ്റഗറി കാരണം പല യൂണിവേഴ്സിറ്റികളും കുട്ടികളുടെ അഡ്മിഷൻ ഇങ്ങനെ തടസ്സം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ആയപ്പോൾ മോളുടെ ഒരു അഡ്മിഷൻ വന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ വിസ കാറ്റഗറി ടെമ്പററി വിസ ആയത് കാരണം അവർ പല തടസ്സങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ 2 പേരും ഞാനും മോളും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോള് നമുക്ക് മാതാവിനെ വിളിച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാനന്ന് ഒരു ഓൺലൈൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ പിറ്റേന്ന് തന്നെ മെയിൽ വന്നു ഇവള് സെലക്ട് ആയി എന്നുള്ളത്, അവൾക്ക് അഡ്മിഷൻ ശരിയായി എന്നുള്ളത്. വളരെ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് നേടി തന്നിട്ടുണ്ട്. നമ്മൾ ഈശോയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മാതാവ് നമ്മളോടായിരിക്കുമ്പോൾ നമ്മൾ ഈശോയോട് ചേർന്ന് നിന്നാൽ നമ്മളെ മാതാവ് ഈശോയും ചേർത്ത് നിർത്തും. ഈശോയുടെ കരുണയും സ്നേഹവും ഈശോ പഠിപ്പിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, പങ്കുവയ്ക്കുക. നമ്മൾ വളരെ വലിയ പ്രസംഗങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഈശോ എന്താണോ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ആക്ഷൻസിലൂടെ നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ നേഴ്സിംഗ് ഹോമിലാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ നോക്കുന്ന രോഗികളെ എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം വെച്ച് ഞാൻ ഒത്തിരി അവിടുത്തെ പല രോഗികളും നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറാറൊക്കെ ഉണ്ട്. പക്ഷേ വളരെ ക്ഷമയോടും സ്നേഹത്തോടും കരുതലോടും കൂടി നിൽക്കുവാൻ ആത്മീയ ജീവിതത്തിൽ വന്നതിന് ശേഷം മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ മറ്റു ചിലത് അവിടെ പുതിയതായിട്ട് വരുന്ന മൈഗ്രൻസ് ഞങ്ങളുടെ ആ ഭാഗത്ത് വരുമ്പോൾ അവർക്ക് വീട് കിട്ടാൻ അവിടെ സെറ്റിലാകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പല രീതിയിലും പലരെയും കണക്ട് ചെയ്ത് കൊടുത്ത് എല്ലാവരെയും ഞാൻ പല രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. ഈശോയുടെ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കാൻ ഞാൻ പല രീതിയിലൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നോട് പൈസ ആവശ്യപ്പെടുന്നവർ സഹായം ആവശ്യപ്പെടുന്നവർക്കൊക്കെ ഞങ്ങൾ അങ്ങനെ സുഹൃത്ത് ബന്ധങ്ങളാണോ ആരാണോ എന്നൊന്നും നോക്കാതെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം പലർക്കും ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. രാവിലെ ഞാൻ ജോലി ഉള്ള ദിവസമാണെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും ബൈബിള് ഇങ്ങനെ ഓഡിയോ ബൈബിള് കേൾക്കുകയും വചന വായന ഞങ്ങൾ നിർബന്ധമായും എല്ലാ ദിവസവും അരമണിക്കൂർ വായിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് ഈ മാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷവും നമ്മുടെ ആത്മീയ ജീവിതം തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ മാതാവിലായിക്കഴിഞ്ഞാൽ മാതാവ് ഈശോയിലൂടെ നമുക്ക് വാങ്ങിച്ചു തരുന്ന അനുഗ്രഹങ്ങൾ അനവധിയാണ്. നമ്മൾ മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി നമുക്ക് സന്തോഷവും സമാധാനവും കൊണ്ട് നിറയും. നമ്മുടെ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും വളരെ വലുതാണ് നമ്മൾ ഈശോയിലായിരിക്കുമ്പോഴും മാതാവിലായിരിക്കുമ്പോഴും. നമ്മുടെ സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് നമ്മുടെ അച്ഛന്മാരോട് ഒത്തിരി ദേഷ്യമുള്ള ഒരു സമയമുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ ടീച്ചിങ് ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എൻ്റെ ഏജ് കഴിഞ്ഞ് പോകുന്നിടം വരെ എനിക്ക് ജോലി കിട്ടാഞ്ഞിട്ട്
അച്ഛൻ ഇങ്ങനെ അതിരൂപതയിൽ അച്ഛന്മാർ തന്നില്ല എന്നുള്ള ഒരു ദേഷ്യം കൊണ്ട് ഞാൻ അച്ഛന്മാരെ ഒത്തിരി വെറുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സഭ ഈ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും നമ്മുടെ അച്ഛന്മാരെയും സിസ്റ്റർമാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അൽമായരായി നമ്മൾ നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. എനിക്കത് എല്ലാവരോടുമായിട്ട് പറയാനുള്ളൊരു കാര്യമാണ്. നമ്മളൊരിക്കലും മറ്റുള്ളവരെന്ത് ചെയ്യുന്നുവെന്ന് നോക്കിയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ കണ്ടാണ് ഈശോ എന്താണ് പഠിപ്പിച്ചതെന്ന് മറ്റുള്ളവർ കാണേണ്ടത്. നമ്മൾ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമ്മുടെ സഭ ഇന്ന് കടന്നു പോകുന്ന ക്രൈസിസുകൾ നമുക്ക് പ്രാർത്ഥനയിലൂടെയും നമ്മുടെ നല്ല പ്രവൃത്തികളിലൂടെയും നേരിട്ടുകൊണ്ട് നമുക്ക് നല്ല സഭാമക്കളായിരിക്കാം. നമ്മുടെ കത്തോലിക്ക സഭ ഉത്തരോത്തരം ഈ ലോകത്തിൽ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. 2 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ 7 മുതലുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നുണ്ട്. ശക്തന്മാരും ധീരരുമായിരിക്കുവിൻ. അസീറിയ രാജാവിനെയും അവൻ്റെ സൈന്യവ്യൂഹത്തെയും കണ്ട് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. അവനോട് കൂടെയുള്ളവനേക്കാൾ ശക്തനായ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. മാംസളമായ ഹസ്തമാണ് അവനോടൊത്തുള്ളത്. നമ്മോട് കൂടെയുള്ളത് നമ്മുടെ ദൈവമായ കർത്താവും. അവിടുന്ന് നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി പൊരുതുകയും ചെയ്യും. അസീറിയ രാജാവായ സെന്നാകെരീബ് യൂദായെ ആക്രമിക്കുന്ന സമയത്ത് യൂദാസ് മക്കബേയൂസ് എങ്ങനെയാണ് തൻ്റെ അനുചരന്മാർക്ക് ധൈര്യം പകർന്നു കൊടുക്കുക? ഈ വാക്കുകളിലൂടെ, ഈ വചനങ്ങളിലൂടെ ധൈര്യം പകർന്നു കൊടുക്കുകയാണ്. ജീവിതത്തിൽ നമ്മെ ശക്തനാക്കുന്ന, അതായത് മറ്റുള്ളവർ ശരണപ്പെടുന്ന ഒരു അവസ്ഥയല്ല ഉടമ്പടിയെടുത്ത ഓരോ മക്കളും. അത് പ്രത്യേകമായിട്ട് സോണിയ അൽഫോൻസ് ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. തങ്ങൾക്ക് വന്ന മാറ്റം, കുടുംബത്തിൽ വന്ന മാറ്റം, ദമ്പതികളായ തങ്ങളെ എത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. ഉടമ്പടി എടുക്കുന്നതിനോട് ആദ്യമേ ഒട്ടും താല്പര്യമില്ലായിരുന്നു. തൻ്റെ ജോലിയും അതുപോലെ രാവിലെ എഴുന്നേൽക്കുക, ഇതൊക്കെ വളരെ ഒരു ഭാരപ്പെട്ട കാര്യമായിട്ട് തോന്നുമ്പോൾ പിന്നീട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് 15 വർഷം കഴിഞ്ഞു. ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ കഴിയാതിരുന്നതിനാൽ തങ്ങൾക്ക് PR ലഭിക്കുന്നില്ല. പിന്നീട് മിനിസ്റ്റർ ഇടപെട്ട് തങ്ങൾക്ക് PR അപ്രൂവ് ആകുന്നതും 10 വർഷമായി ഈ കുടുംബം നാട്ടിൽ വന്നിട്ട് അവർക്ക് ബാൻ ആയിരുന്നു, ട്രാവൽ ബാൻ, യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതൊക്കെ തങ്ങൾക്ക് നീങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഈ മകൾ അവസാനം പറയുന്നുണ്ട്, ഇത് മറ്റാരും ഇടപെട്ടത് കൊണ്ടല്ല. ഓൺലൈൻ ഉടമ്പടി പല പ്രാവശ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി ഓസ്ട്രേലിയയിൽ എടുക്കുന്നു. ഓസ്ട്രേലിയ പോലെ വളരെ ശക്തമായ, അതായത് അവിടെ ലോ ആൻഡ് ഓർഡറൊക്കെ എങ്ങനെയാണ്, റൂൾസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഓരോ സാഹചര്യത്തിൽ തങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് അത് തങ്ങളുടെ കഴിവ് കൊണ്ടല്ല. ഒരിക്കൽ തങ്ങൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു, എല്ലാം തങ്ങൾക്ക് സാധ്യമാണെന്ന്. എന്നാൽ പിന്നീട് തിരിച്ചറിവ് വന്നപ്പോൾ നമുക്ക് അറിവുണ്ട്, തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഈ തിരിച്ചറിവ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന അനുഭവമാണ് ഇവിടെ ഓരോ മക്കളും പങ്കുവയ്ക്കുക. അങ്ങനെ തങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ യെശയ്യാ 43:2 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നത് പോലെ, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളിങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ നടന്നു. പല സമുദ്രങ്ങൾ, അതായത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ തങ്ങൾക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വന്നു. അഗ്നിയിലൂടെ നടക്കുന്ന അനുഭവമുണ്ടായി. എന്നാൽ ദഹിപ്പിച്ചു കളഞ്ഞില്ല എന്നുള്ളതാണ്, അതാണ് പ്രധാനം. ജീവിതത്തിലെ തടസ്സങ്ങൾ, പ്രതിസന്ധികൾ അവ നമുക്കുണ്ടാകില്ല എന്നുള്ളതല്ല, ഉണ്ടാകുമ്പോൾ ഉടമ്പടി എന്ന് പറയുന്ന വളരെ ഉത്തമമായ
ഒരു പ്രാർത്ഥനാ പദ്ധതി, ഇന്ന് ലോകത്ത് ഒരിടത്തുമില്ലാത്ത ഒരു പ്രാർത്ഥനാ പദ്ധതിയിലൂടെ പരിശുദ്ധ അമ്മ 2004 ഡിസംബർ 7 പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ എങ്ങനെയാണ് കർത്താവുമായിട്ടുള്ള ഒരു ഉടമ്പടി ചെയ്ത് ഉഭയകക്ഷി ബന്ധം, ദൈവം ഒരു കക്ഷി, ഞാനൊരു കക്ഷി, ഇവിടെ നമ്മുടെ ഓപ്പോസിറ്റ് നമുക്ക് നിൽക്കുന്നത് ഒരു മനുഷ്യനല്ല, അത് ദൈവമാണ്. അപ്പോൾ ഈ ദൈവത്തോട് നാം കൊടുക്കുന്ന ഒരു വാക്ക്, ആ വാക്കിൽ നാം പിന്നീട് എത്രമാത്രം വിശ്വസ്തരാണ്, സത്യസന്ധരാണ്, അവിടെയാണ് നമ്മെ ഊതിക്കാച്ചിയ പൊന്നുപോലെ നമ്മുടെ ജീവിതം പിന്നീട് തിളങ്ങി നിൽക്കുക. ആ ഒരു തിളക്കമാണ് അവസാനം നിൻ്റെ കൂടെ ഞാനുണ്ട്, നിൻ്റെ യാത്രയിലുടനീളം ഞാനുണ്ടാകുമെന്നും നിൻ്റെ അന്ത്യം ശുഭമായിരിക്കുമെന്നും പറയുന്ന ദൈവിക പദ്ധതി പിന്നീട് തെളിഞ്ഞു വരിക. അങ്ങനെ തങ്ങൾക്ക് മുമ്പേ ദൂതനെ അയച്ച് ജീവിതത്തിലുള്ള പ്രതിസന്ധികളൊക്കെ പിന്നീട് തരണം ചെയ്യാനായിട്ട് ഓൺലൈൻ ഉടമ്പടിയിലൂടെ എങ്ങനെ കഴിഞ്ഞു. ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ്, അത് ഒരു അപകട സാഹചര്യത്തിലെ ഒരു ഫയർ എഞ്ചിനാണെന്നാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുക. യാതൊരു ചാൻസും ഇല്ലാത്തപ്പോൾ നാം വിളിക്കുന്നതാണ് ഫയർ എഞ്ചിൻ. അത്രയേറെ പ്രമാദകരമായ അവസ്ഥയിൽ ഇവിടെ അമ്മയുടെ തിരുനടയിൽ തിരിതെളിക്കുന്നത് വഴി നാം ഈ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിലൂടെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ ഇതൊക്കെ തനിക്ക് കൂട്ടായി തുണയായി നിന്നു. ജപമാല കൈവിട്ടില്ല, ഉടമ്പടി ധ്യാനങ്ങൾ, സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്, ഇതൊക്കെ തങ്ങൾക്ക് കൂട്ടും തുണയുമായി വന്ന് തങ്ങളുടെ ജീവിതത്തിലെ ഈ PR-ൻ്റെ പ്രശ്നം മാത്രമല്ല, കുടുംബത്തിലെ മറ്റ് പല കാര്യങ്ങൾ, അതുപോലെ നാട്ടിൽ തങ്ങൾക്കൊരിക്കലും കിട്ടാതിരുന്ന ഒരു വഴി, നടപ്പ് വഴി മാത്രമായിരുന്നു പിന്നീട് അതൊരു റോഡായി തങ്ങൾക്ക് ലഭിച്ചത്. ആത്മീയതയിൽ വളരാനും കുട്ടികളുടെ പഠന മേഖലയിൽ മാതാവിൻ്റെയും ഈശോയുടെയും ഇടപെടലുകൾ, ഇങ്ങനെ ഒന്നിനൊന്നായിട്ട് ഇതിങ്ങനെ ചെയിൻ പോലെ കോർത്തു വരികയാണ് നമ്മുടെ ജീവിതത്തിൽ. തടസ്സങ്ങളാണെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റിയിട്ട് ദൈവപക്ഷത്ത് ഒരു ദൈവ പൈതൽ നിൽക്കുമ്പോൾ അത് പിന്നീട് എങ്ങനെയാണ് മരിയൻ മധ്യസ്ഥത്തിലൂടെ ഒരു ചങ്ങലയായിട്ട് കോർത്തിണക്കി അത് അമ്മ നമുക്ക് നൽകുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ജപമാലയിൽ ദൃഢപ്പെട്ട ആ ഒരു അനുഭവം, അത് നമ്മുടെ ജീവിതത്തെ സ്വർഗവുമായിട്ട് ബന്ധിക്കുന്ന ഒരു ചരടായിട്ട് മാറുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് തങ്ങൾക്ക് കിട്ടിയതൊക്കെ, തങ്ങളുടെ പ്രായം, ഇതൊക്കെ ഒരു തടസ്സമായിരുന്നു. തടസ്സമല്ലാതെ ഒന്നും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ തടസ്സങ്ങളൊക്കെ മഞ്ഞുരുകുന്നത് പോലെ ഉരുക്കിയ പരിശുദ്ധ അമ്മ, അമ്മയുടെ മാധ്യസ്ഥം തങ്ങളെ എങ്ങനെ സഹായിച്ചു? ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോ? ഇന്ന് ഞാൻ രാവിലെ വന്നിട്ട് ഇവിടുന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിരുന്നു. അതിനുശേഷമാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞങ്ങൾ ഇന്നലെയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് 10 വർഷത്തിന് ശേഷം നാട്ടിലെത്തിയ കുടുംബമാണ്. അവരെ മറ്റെങ്ങുമല്ല പോയത്. തങ്ങളെ ചേർത്ത് പിടിച്ച അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അടുത്തേക്ക് അവർ ഓടി വന്നു. ഇന്ന് ഇത്രയും നേരം ഇവിടെ നിന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് തങ്ങളുടെ അനുഭവവും പങ്കുവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ മക്കൾ കടന്നു പോകുമ്പോൾ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ലൂക്ക 1:37 പറയുന്നത്, ഒന്നിനൊന്നിനെ പ്രബലപ്പെട്ടു വരുന്ന ആ തിരുവചനം നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.